ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ക്ലാരിറ്റിയോട് ഞാൻ വല്ല തമാശയും പറഞ്ഞു ഒഴിവാക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഗോവിന്ദ മാഷ് പക്ഷേ ലീഗിനെ വിമർശിക്കുന്നുണ്ട്. അതായത് ലീഗ് പിന്നെ മതരാഷ്ട്രവാദികളുമായി സഖ്യം ഉണ്ടാക്കുന്നു, അത് ന്യൂനപക്ഷ രാഷ്ട്രീയ പ്രത്യേക സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്നൊക്കെയാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഞാൻ പറഞ്ഞ ഒരു പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനമാണ്, ഞങ്ങളുടെ മീറ്റിംഗ് ഉണ്ടായാൽ ഞങ്ങൾ പലരും ചർച്ച ചെയ്യും, അവരുടെ മീറ്റിംഗ് ഉണ്ടാകുമ്പോൾ അവർ പലരും ചർച്ച ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ആ ചർച്ചയൊക്കെ വെച്ചിട്ട് നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട. അവരവരുടെ ലൈനിൽ നിൽക്കുകയാണ്, ഞങ്ങളുടെ ലൈനിൽ നിൽക്കുകയാണ്. ഞങ്ങൾ UDF ആയിട്ട് വളരെ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഇടയിൽ ഇനി മൊത്തം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഇത്തരം ചർച്ചകൾ കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല. അവർക്ക് അങ്ങനെ ഒരു അജണ്ട ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഞങ്ങൾക്ക് ആ അജണ്ട ഏതായാലും സമ്മേളനത്തിൽ ആദ്യ ദിവസം തന്നെ ലീഗിനെയാണ് വിമർശിക്കുന്നത്. ലീഗിനെ വിമർശിക്കണമല്ലോ, അവർ ഭരണകക്ഷിയല്ല, അവരെല്ലാ നയങ്ങളെയും ഞങ്ങൾ വിമർശിച്ചുകൊണ്ടിരിക്കും. അവരൊരു ജനാധിപത്യമല്ലേ. ഞങ്ങൾ നിയമസഭയിൽ വളരെ ശക്തമായി ഇന്നത്തെ ഗുരുതരമായ വിശേഷങ്ങൾ ഞങ്ങൾക്കത് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. വളരെ ഗുരുതരമായ വിശേഷങ്ങളാണ് രാജ്യത്തുള്ളത്. രാജ്യത്തിൻ്റെ ഇത്തരം ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ നോക്കട്ടെ. അതാണ് മുഖ്യമായിട്ടുള്ള വിഷയം. അതാണ് ഈ കൊലപാതകങ്ങൾ അതൊക്കെ ആ നയങ്ങളൊക്കെ തിരുത്തി, അതാണ് പ്രധാനം. അല്ലാതെ കൂട്ടുകെട്ടുകളുടെ അലൈൻമെൻറ്റിൻ്റെ മാറ്റമല്ല, അതല്ല കൂട്ടുകെട്ടുകളുടെ മാറ്റമല്ല. രാജ്യത്തെ പ്രശ്നം പരിഹരിക്കാൻ അവർക്ക് കിട്ടുന്ന അവസരം അവർ ഉപയോഗിക്കുക. 10 വർഷം അവർ കിട്ടി, അതിൽ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. അതാണ് അവർ തീരുമാനിക്കേണ്ടത്, മുന്നോട്ട് പോകുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ക്ലാരിറ്റിയുണ്ട്. വളരെ ഞങ്ങളെ ഇലക്ഷനിലേക്ക് കടക്കാനുള്ള പരിപാടികളായിട്ട് മുന്നോട്ട് പോകും. അതിനിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചർച്ചകൾ, അവരിടയിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവിടുന്ന് ചോർന്ന് വന്നു എന്നും പറഞ്ഞ് ഞങ്ങളുണ്ടാക്കുന്ന വാർത്ത, അതിൽ അഭിപ്രായം പറയേണ്ട യാതൊരു ഉത്തരവാദിത്വവും ഞങ്ങൾക്കില്ല, പറയില്ല. മുഖ്യമന്ത്രി അല്ല, ഞങ്ങൾ ആലോചിച്ചിട്ട് എന്താ കാര്യം? ഇന്ത്യ രാജ്യത്തെ പ്രശ്നമാണല്ലോ ഞാൻ പറയുന്നത്. ഇന്ത്യ രാജ്യത്ത് ഉള്ള പാർട്ടിയെ അല്ലേ ഞങ്ങൾ കണ്ടത്. രാജ്യത്തെ ദേശീയ പ്രശ്നങ്ങളിലാണ് കോൺഗ്രസ് പിന്നെ ഒരു നയമെടുക്കുന്നതിന് അവർ വിമർശിക്കാം. പക്ഷേ അവരുടെ നയത്തെ മാത്രം ആശ്രയിച്ച് പോയാൽ അവർ ഉണ്ടായിട്ട് വേണ്ടേ? അവർ ഇന്ത്യ രാജ്യത്ത് ഇല്ലല്ലോ. ഇന്ത്യ രാജ്യത്ത് അവരില്ലാത്ത പിന്നെ കോൺഗ്രസ്സല്ലേ ഉള്ളത്. ഇപ്പോൾ ദേശീയ തലത്തിൽ മറ്റുള്ള പാർട്ടികളൊക്കെ ഓരോ സംസ്ഥാനങ്ങളും ഉള്ളതായിരുന്നു. തൃണമൂലാണെങ്കിൽ ബംഗാൾ, അതുപോലെ തന്നെ ഓരോ തലസ്ഥാനം. ദേശീയ തലത്തിൽ നോക്കുമ്പോൾ ഗൗരവത്തിലെടുക്കേണ്ടത് കോൺഗ്രസ് തന്നെയാണ്. ആ കോൺഗ്രസിനെയാണ് അവരും ഗൗരവത്തിലെടുക്കുന്നത്. യാതൊരു സംശയമില്ല. അവർക്ക് എന്താ ഓപ്ഷൻ? അവർക്ക് ഓപ്ഷൻ വേണം പറയാമല്ലാതെ പ്രാക്ടിക്കലായിട്ട് കോൺഗ്രസ് മാത്രമേ ഒരു ആൾട്ടർനേറ്റീവ് ദേശീയ തലത്തിലുള്ളൂ. അതിനെ എല്ലാവരും ശക്തിപ്പെടുത്തിയാണ് ലോക്സഭയിൽ എടുക്കുന്നത്. ലോക്സഭയിൽ അത് തന്നെയാണ് വഴി. അതിനെന്തെങ്കിലും ഒരു വീക്ക്നെസ് വരുമ്പോൾ നമ്മൾ അതിൽ പിന്നെ പോയി പന്തർ നീക്കുന്ന പരിപാടി ഇല്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവരും നിൽക്കണം. കോൺഗ്രസിൻ്റെ മുൻപത്തെ പോലെ പല വാർത്തകൾ വരുന്നത്, ഒന്ന് ലീഗിനെ ഗൗരവമായിട്ടെടുക്കണം, അത്തരത്തിലുള്ള ചർച്ചകൾ പുറത്തേക്ക് വരുന്നത്. ഇപ്പം അത്തരത്തിലുള്ള ചർച്ചകൾ ഒന്നുമില്ല. അവർ ചർച്ച ചെയ്യുന്നത് അവരുടെ അജണ്ടയാണ്. ഞങ്ങളുടെ അജണ്ടയാണ് ഞങ്ങളെ ചർച്ച. ഒരു അജണ്ട അവർ ചർച്ച ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങളുടെ അഭിപ്രായം പറയുന്നത് UDF സംബന്ധിച്ചിടത്തോളം ഞങ്ങളിപ്പോൾ വളരെ ഭദ്രമായ കെട്ടുറപ്പോടുകൂടി അച്ചടക്കത്തോടുകൂടി ഞങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല രാജ്യത്തെ ഗുരുതരമായ ഓരോരുള്ള പല പ്രശ്നങ്ങളും ഞങ്ങൾ പിക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഇത്തരം ചർച്ചകൾ നിങ്ങൾ ഇപ്പോൾ അത് വലിയ വിഷയമാക്കിക്കൊണ്ടിരിക്കാൻ കാര്യമില്ല. അവർ ചർച്ച ചെയ്യുന്ന അവരുടെ അജണ്ടയാണ്. അത് ചർച്ച ചെയ്യാനുള്ള അധികാരം അവർക്കുണ്ട്. ഞങ്ങൾക്കിപ്പോൾ അങ്ങനെ ഒരു അജണ്ട അല്ല. ഞങ്ങൾ വോട്ട് കൂടുന്നില്ല എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഏത് വോട്ട് പിന്നെ എന്നുള്ളതൊന്നും എല്ലാവരും പ്രഖ്യാപിച്ചിട്ടില്ല. അതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ കൂട്ടുകെട്ട് എന്നുള്ളത് ഞങ്ങൾ പിന്നെ രാജ്യത്തെ പൊതുസ്ഥിതിയിൽ അവർക്ക് എല്ലാ അഭിപ്രായം പറയുന്നതൊക്കെ ഞങ്ങളെ